സോ എന്താ എന്തൊക്കെ നടന്നു അഹമ്മദാബാദിൽ? ഒന്നുമില്ല. ഒന്നുമില്ല. ഹേയ് നിക്ക്. ലുക്ക്, എനിക്കറിയാവുന്നത് നീ ട്രെയിനിൽ തിരിച്ചു വന്നില്ല. കറക്റ്റ് അല്ലേ? എന്റെ അറിവിൽ നീ വന്നിട്ടില്ല. രാത്രി അവിടെ സ്റ്റേയും ചെയ്തു. അതിന് ഷെടാ അതിനെന്താ? പറയ്, ആരാന്നൊന്ന് പറ പ്ലീസ്. തീരെ ക്ഷമയില്ല. ഫ്രണ്ടാ? പറഞ്ഞിട്ട് പോ പ്ലീസ്. താര 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 ഏയ് താര, don't escape. താര wait. താര എവിടെ എന്തെടുക്കുവാ നീ? സുഖമില്ലെന്ന് പറഞ്ഞിട്ട് വാ. മൈഗ്രെയിൻ ആണെന്ന് പറയാം. തല കറങ്ങുന്നു, നാളെ വരാന്ന് പറഞ്ഞിട്ട് വാ പ്ലീസ്. അയ്യോ, നിനക്കെന്താ ഭ്രാന്തണ്ടോ? പതുക്കെ പതുക്കെ. ഇന്നലെ രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. ഞാനും. നേരാണോ? ശരീരം മുഴുവൻ വിറയ്ക്കുന്ന പോലുണ്ട്. അതെ, മതിന്ന് പറ. മതി. അപ്പൊ നിർത്ത്. അടുത്ത് വരണ്ട. നിർത്തണമെന്നുണ്ട്, പക്ഷെ പറ്റട്ടെ. വേണ്ട വേണ്ട വേണ്ട. ലവ്വ, വാ തുറന്നൊന്നും പറയില്ലേ? എനിക്ക് നിന്നെ എനിക്ക് ഐസ്ക്രീം വേണം. സോ എന്റെ അമ്മയെ വിളിച്ചിങ്ങോട്ട് വരാൻ പറയട്ടെ. എന്തിന്? നിന്നെ കാണാൻ. എന്നെയോ? വീട്ടുകാര് നിന്നെ കണ്ട് സംസാരിക്കണ്ടേ? നിശ്ചയം നടത്തണ്ടേ? നിശ്ചയോ? മുഖം നോക്ക്. പേടിച്ചല്ലേ? കുറച്ച് പേടിച്ചു. സോ കല്യാണം, നിശ്ചയം, ഇതെല്ലാം നോ. അങ്ങനല്ലേ? നീയല്ലേ കല്യാണമൊക്കെ ഫോർ ഫൂൾസ് എന്ന് പറഞ്ഞത്? അപ്പൊ അഹമ്മദാബാദ് ട്രിപ്പ്, ഇന്നത്തെ ഉമ്മ, ഇതെല്ലാം കള്ളക്കണക്കിലാ? നോ നോ നോ. നോന്ന് വെച്ചാ? നോന്ന് വെച്ചാ നോ നോ. ഉടനെ ഇവിടുന്ന് മുങ്ങണം, അല്ലെങ്കിൽ എന്റെ പണി തെറിക്കും. എന്താ? വാ വാ. കം കം. എങ്ങോട്ടാ നമ്മളിപ്പോ പോകുന്നത്? നിന്റെ ഹോസ്റ്റലിലേക്ക്. എന്തിനാ? നിന്നെ സേഫ് ആയിട്ട് അവിടെ കൊണ്ട് എത്തിക്കാൻ. എന്താ പെട്ടെന്ന്? മനസ്സ് മാറുന്നതിന് മുമ്പ് നിന്നെ ഇതുപോലെ അവിടെ കൊണ്ടാക്കണം. മനസ്സ് മാറിയാ? കെട്ടിപ്പിടിക്കും. പിടിച്ചിട്ട് വിടില്ല. പിന്നെ അമർത്തി ഉമ്മ വയ്ക്കും. പിന്നെ ദുശാസനായി മാറും. വസ്ത്രാക്ഷേപം നടത്തൂ. അമ്മമ്മമ്മമ്മ. പിന്നെ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ, ലണ്ടനിലോ പാരീസിലോ. പക്ഷെ അതുവരെ എന്റെ കൂടെ വേണമെന്ന് ഞാൻ അപേക്ഷിക്കും. എന്നിട്ട് നീ അപ്പ സന്തോഷത്തോടെ എന്റെ അടുത്ത് വന്ന് വന്ന് കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിച്ച്
വലിച്ച് കഥകിന്റെ കുറ്റിയിട്ടിട്ട് ഇട്ടിട്ട് പിന്നെ എനിക്കറിയില്ല, നീ തന്നെ പറയണം. കടിച്ച് തിന്നു കളയും. എന്നെ ഇഷ്ടപ്പെട്ടു? ഒത്തിരി ഒത്തിരി. ഈ ഹോസ്റ്റൽ റൂം ഒട്ടും കൊള്ളില്ല. എന്നെ ഇഷ്ടപ്പെട്ടോ അതോ ഈ കലബല മാത്രമാണോ? കലബല ഇഷ്ടപ്പെട്ടു. അതിന്റെ കൂടെ നിന്നെയും കുറച്ച്, ജസ്റ്റ് കുറച്ച്. 1 രൂപയുടെ വലിപ്പത്തില്. ആ, 1 രൂപ ധാരാളം. കൂടിയല്ല പ്രോബ്ലം. ഞാൻ ചോദിക്കട്ടെ, ഉം. ഈ പ്രേമം കാമം ഇതൊക്കെ കുഴപ്പമില്ലെന്നാ? അത് മഹാപാപാണ് കേട്ടോ. പക്ഷെ ആ പാപങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അത് പുണ്യമായിട്ട് മാറും. എനിക്ക് മനസ്സിലായില്ല, എന്താ പറഞ്ഞേ? താരയ്ക്ക് ഇവിടെ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കണമെന്ന്. താര എന്ന പേര് അധികം ആർക്കും ഇല്ല. ഇവിടെ എവിടെ? ഇവിടെ തന്നെ, എൻ്റെ മുറിയിൽ. നിന്റെ മുറിയിലോ? അതെ. ഇതാണോ ആ താര? ആ, അതെ ഭവാനി. ഓ, അപ്പൊ നീ? ഞാനും അവിടെ തന്നെ. രണ്ടുപേരോ? 2 പേരോ? ഒരുമിച്ച്? അതെ. കല്യാണം മറ്റോ കഴിച്ചോ നിങ്ങൾ? അയ്യോ ഇല്ല. എനിക്ക് ഈ കല്യാണത്തിലൊന്നും വിശ്വാസമില്ല. പയ്യൻ എന്താ ചൊവ്വാദോഷമുണ്ടോ? ഇപ്പം ഞാൻ ആദ്യം കല്യാണം കഴിച്ചാൽ ഇവൻ ജോലിക്ക് എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ ഞാനും പോകണം. നമ്മൾ അവരുടെ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ ആൻറ്റി? ഈ പെണ്ണിത് എന്തൊക്കെയാ പറയുന്നത്? അധികം വൈകാതെ ഞാൻ എബ്രോഡ് പോവും, പാരീസ്. ആദ്യം വലിയ ബിസിനസ്സുകാരനായിരിക്കും. UK US എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമായിരിക്കും. അതുവരെ ഒന്നിച്ച് കഴിയാവുന്ന. ഈ ലിവിൻ തെറ്റാണോ ആൻറ്റി? പിന്നല്ലാതെ. ഈ ഗണപതി എപ്പോഴും കുറച്ച് ഓൾഡ് ഫാഷനാ. ഒട്ടും ഫോർവേഡ് അല്ല. കാർ ഓടിക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടെങ്കിലും കണ്ണാടി ഇറക്കി കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയും നാളായിട്ട് നീ ഇതാണോ ചെയ്തോണ്ടിരിക്കുന്നത്? ഓർമ്മ വെച്ചപ്പോ മുതൽ അവൻ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. പുറകിലേക്ക് നോക്ക്, പുറകിലേക്ക് നോക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. मिल गया बॉस. ഇങ്ങോട്ട് ചാടാ. Back, buddy. Get back. Back. Get back. പെട്ടല്ലോ. താര വാസു, ഇത് താര. ഗണപതി അങ്കിളുടെ സിസ്റ്ററിന്റെ മോള് നീസ്. എന്റെ നീസോ? അങ്കിളുടെ നീസ്. ഗണപതിക്ക് അങ്ങനെ ആരും നീസായിട്ടില്ലല്ലോ. ആ, ഞാൻ വാസു, ബാങ്കില് ഗണപതി സാറിന്റെ ജൂനിയർ ആയിരുന്നു. ആദിയുടെ ബ്രദറാ. ഹായ്. ഹലോ. ഞാൻ ഈ ചേച്ചിയെ കണ്ടല്ലോ. ഏയ്, കട്ടുറുമ്പായോ ഞാൻ? ഫാമിലി റിയൂണിയൻ സമയത്ത് ആൻറ്റി ഗസീഡി. താങ്ക്സ്. എന്തിനാ നിന്റെ മുറി പോകുന്നത്? എൻ്റെ സൈഡ് ഡ്രോയിങ്സ് ഇതിനകത്തായി. നിന്റെ മുറിയിൽ അവളുടെ സൈഡ് ഡ്രോയിങ്സ് എങ്ങനെ?
ഗണപതി അങ്കിൾ അതൊക്കെ എടുത്ത് വെച്ചത്. കട്ടിലിന്റെ അടിയിൽ നോക്കോ. അങ്കിൾ ഇരിക്കെ. കൊച്ചിച്ച ഒരു ലൈഫ് ഉണ്ട്. വാ കളിക്കാം. സൈഡ് ഡ്രോയിങ്സ് ഓഫീസിലാണെന്ന് തോന്നുന്നു. ദാൻഡി കീ. അതെന്താ? അല്ല താനെവിടെ സ്റ്റേ ചെയ്യുന്നേ? ഞാനോ? ഇവിടെ തന്നെ. അതെ. ഇവിടെയോ? ഇവിടെ തന്നെ. വേറെ എവിടെ? ഞാൻ പറഞ്ഞില്ലേ ഈ ചേച്ചിയെ കണ്ടെന്ന്. കൊച്ചിച്ചനെ എത്തിപ്പിടിച്ച്. ഞാൻ ഓഫീസിന് സമയമായി, പോട്ടെ. ചെന്ന് ഓട്ടോ പിടിച്ചു കൊടുക്ക്. ഞാൻ വേണമെങ്കിൽ പോയി ഓട്ടോ പിടിച്ച് കൊടുത്തിട്ട് വരാം. ഞാൻ പോയിട്ട് വരാം. ഞാൻ വരാം. അല്ല, ഗണപതി സാറിന് ഇങ്ങനൊരു നീസ് ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. ഗണപതിക്ക് നീസ് ഇല്ല വാസു. ഒരിക്കൽ പറഞ്ഞ മനസ്സിലാവില്ലേ? സ്ലോവാ, ലേറ്റ് ആയിട്ടാ മനസ്സിലാവുന്നത്. അവനങ്ങനെയാ. താങ്ക് യു സാർ. ബാങ്കിലും സ്ലോ ആണ്. താങ്ക് യു. വെൽക്കം. മാളൂട്ടി സൂക്ഷിച്ച് വഴി വഴി പോയിട്ട് വരാം. മേഡം താഴോട്ട് വരണമെന്നില്ല. അതെന്താ? ഞാനും വരും. താര ഒന്നിങ്ങോട്ട് വന്നേ. ആ ഡോർ അടച്ചേക്ക്. നിക്ക്. ആദ്യം അല്ല, വാസു. ഞാൻ പറയാൻ വന്നത് എന്തായിരുന്നു? സൂക്ഷിച്ചു പോണേന്നായിരിക്കും. നിന്റെ മോൾക്ക് പാട്ടോ വയലിനോ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്ക. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. ബാത്റൂമിൽ വേറെയും ചിലതൊക്കെ കണ്ടു. എന്താ ഇവിടെ നടക്കുന്നേ? ഒരു ബ്ലാക്ക് മെയിൽ നടക്കുന്ന പോലെയാ തോന്നുന്നത്. വാസു അറിഞ്ഞ വീട് രണ്ടാക്കും. അങ്ങേരൊരു കൺട്രോൾ ഫ്രീക്ക്. സോ ഇത് നിങ്ങൾക്ക് ആദ്യോട് ചോദിക്കായിരുന്നില്ലേ? തെറ്റിദ്ധരിക്കില്ലെന്ന വിശ്വാസമുള്ളതുകൊണ്ട് ധൈര്യമായിട്ട് ചോദിക്കുക. സാറിൻ്റെ സിസ്റ്ററിൻ്റെ മോൾ താരെ ആദ്യമൊന്ന് ആലോചിച്ചൂടെ? കൺസിഡർ ചെയ്യാമോ സാർ? നോക്ക്, ഇതൊന്നും തീരെ ശരിയല്ല. ആദ്യം നീയും കല്യാണം കഴിച്ച ഗുഡ്, ഞാൻ മുൻകൈ എടുത്ത് നടത്തി തരാം. അതല്ലെങ്കിൽ മര്യാദയ്ക്ക് സ്ഥലം കാലിയാക്ക്. ഒരു സംശയം ചോദിച്ചോട്ടെ? ഒരു കല്യാണ സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടെങ്കിൽ ഇതൊക്കെ ശരിയാണെന്ന്? സരോജം ലേറ്റായി. ട്രാഫിക്കിന് 30 മിനിറ്റ് വേണോ അത്രേ. വേഗം ഇറങ്ങ, അച്ഛൻ പറയാൻ പറഞ്ഞു. വരുന്നെന്ന് പറ. പോ. നോക്ക്, കല്യാണം കഴിക്കാതെ ലിവിങ് റിലേഷൻഷിപ്പ് ഒക്കെ നാണക്കേടാ. ഒട്ടും ശരിയല്ല. ഡാഡി ഡാഡി മോളെ പതുക്കെ എവിടെ തട്ടരുത്. പൊയ്ക്കോട്ടെ സാർ. വരട്ടെ മാഡം. ശരി ആൻറ്റി. ഒന്ന് ആലോചിച്ചിട്ട് താരയുടെ പേരൻസിനോട് സംസാരിച്ച് താരയോടും ചോദിച്ചിട്ടൊന്ന് മറുപടി പറയണേ. ഇമെയിൽ ചെയ്താലും മതി. ബൈ സാർ. ഫ്രീഡം. തര 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 തര. ദുനിയാമേ. നിന്റെ ഏട്ടത്തിക്ക് എല്ലാം അറിയാം. നോ. സത്യമാ പറഞ്ഞത്. ആണോ? അവർക്ക് എങ്ങനെ അറിയാം? അവർക്ക് കുരുട്ട് ബുദ്ധി കൂടുതലാ. ചുമ്മാ അതൊന്നും അറിയാൻ വഴിയില്ല. നിന്റെ ഏട്ടന് അറിഞ്ഞ വെളിച്ചപ്പാടിനെ പോലെ തുള്ളൂന്ന് പറഞ്ഞു. ചുമ്മാ വട്ടാക്കല്ലേ, എന്നെ ടെററൈസ് ചെയ്യാൻ നോക്കല്ലേ. ആദ്യം കല്യാണം കഴിച്ചോ, അല്ലെങ്കിൽ അവന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കരുതെന്ന് വളരെ സന്തോഷത്തോടെ ഒരു ബോംബ് പൊട്ടിച്ചിട്ടാ പോയത്. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ പാരീസിൽ പോവാ, ആദ്യം US പോവും, കല്യാണം കഴിച്ച് കമ്മിറ്റഡ് ആവാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞല്ലേ? ഫ്രീഡം. എവിടെ പോവാ? നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലും വരൂന്നല്ലേ പറഞ്ഞത്? നരകത്തിലേക്കാണോ പോകുന്നേ? മിണ്ടാതെ വാ. ശരി, ഇനി മിണ്ടുന്നില്ല. ഏയ്, ഇത് ഗൈനക്കോളജി ക്ലിനിക്കാ? ഹായ് സുജാത. 1 मिनट मैम, मैं चेक करके बताती हूँ. ഓക്കെ. എന്താ ഇവിടെ? पूजा ടെസ്റ്റാണോ? ഭവാനി ആയിരിക്കോ? പോടാ. എല്ലാരും എന്താ ഉരുണ്ടിരിക്കുന്നേ? കൊളംബസിന് ഇതുവരെ കാര്യം മനസ്സിലായില്ലേ? एक्सक्यूज मी मैम, थोड़ा वेट कीजिए प्लीज. ഓക്കെ. ഇത്രയും പേര് പ്രഗ്നന്റോ? അതേടാ കുട്ടാ.
ഈ ആണുങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ആ എൻ്റെ സംശയം ശരിയാണോ? നീ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാം? നീ ഇപ്പോൾ കൊണ്ടുവന്ന ടെസ്റ്റ് ഭവാനിയുടേതല്ല, താരയുടേതാണ്. 100 മാർക്സ്. നീ ടെസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ അവന് വഴിയുണ്ടല്ലേ? ഉണ്ടായിരിക്കാം. കൊല്ലാൻ കൊണ്ടുവന്ന പോത്തിനെ പോലെയാണിപ്പോ മുഖം കണ്ടാൽ. ടെസ്റ്റ് ഇനി അങ്ങനെയാണെങ്കിലോ? എങ്ങനെ? അത് തന്നെ പോസിറ്റീവ് എന്നാ. അങ്ങനെ ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയാ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? Excuse me, ma'am. കാൽക്കുലേഷനൊക്കെ ശരിയായിരുന്നല്ലോ. മലയാളിയാ? ആ. ഫസ്റ്റ് ടൈമാ? ഇതോടെ മുങ്ങിക്കളയരുത്. എല്ലാ മാസവും വിളിച്ചോണ്ട് വരണം. എൻ്റെ ഹസ്ബൻഡിനെ പോലെ ഉഴപ്പരുത്. സ്കാൻ ചെയ്തായിരുന്നോ? ഞാൻ ഫുൾ ബ്ലാഡറുമായി വെയിറ്റിംഗ്. ഇനിയും 3 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന്. ഹൊറിബിൾ. എന്ന സ്കാനിൽ ആ കുഞ്ഞു വിരലുകൾ കാണുമ്പോൾ എല്ലാം മറന്നുപോകും. വരട്ടെ. എന്തായി? വിരലൊക്കെ കാണായിരുന്നോ? റിസൾട്ട് തുറന്ന് നോക്ക്. എന്താ കുറെ വരയും കുറിയൊക്കെ? പ്ലാൻ വരച്ചതുപോലെ ഉണ്ടല്ലോ. ഈ ക്ലിനിക്ക് ഞങ്ങൾ റിനോവേറ്റ് ചെയ്യാൻ പോകുന്നു. അതിനുള്ള കോർപ്പറേഷൻ അപ്രൂവൽ. ഏയ് വെറുതെ ഒന്ന് സീൻ ആക്കിയതല്ലേ പൊന്നെ, പേടിച്ചോ? എന്തോന്ന് സീൻ? നല്ല ഹൊറർ സീൻ പോലെ ഉണ്ട്. 10 ദിവസം പിടിക്കും പൾസ് ഒന്ന് നോർമൽ ആവാൻ. എന്താടേ? എന്തിനാ ഇപ്പൊ പാക്ക് ചെയ്യുന്നേ? ഞാൻ എൻ്റെ ഡ്രസ്സുകളല്ലേ പാക്ക് ചെയ്യുന്നത്. താര, ഇപ്പൊ എന്താ ഉണ്ടായേ? ഞാൻ പോവാ. എങ്ങോട്ട്? ഹലോ, ഇടി പന്ന. ഒരു ട്രിപ്പ് പോവാടാ, 2 ദിവസത്തിൽ വരും. ഞാൻ എന്തോ പറ്റിയെന്ന് പേടിച്ചു. എന്തു പറ്റിയെന്ന്? എൻ്റെ ചുറ്റിക്കളി എങ്ങാനും കണ്ടുപിടിച്ചോ എന്ന് കരുതി. ചി പോടാ അവിടെ. എങ്ങോട്ട് പോവാ? ജയ്പൂർ, ദോഷി സാറിൻ്റെ കൂടെ. എനിക്ക് അയാളെ കണ്ടിട്ട് പിടിച്ചില്ല. അങ്ങേർക്കേ 87 വയസ്സായി. അപ്പൊ 86 വയസ്സുള്ള അസിസ്റ്റന്റിനെ കൂട്ടിക്കൊണ്ട് പോട്ടെ? എന്തിനാ എൻ്റെ കൺമണിയെ? കുറച്ചു ദിവസം കഴിഞ്ഞാൽ നീ എങ്ങോ ഞാനെങ്ങോ ആവില്ലേ? അതുകൊണ്ട് അവകാശങ്ങളോ അധികാരങ്ങളോ പാടില്ല. ഓക്കേ ഓക്കേ. പക്ഷെ ഇപ്പൊ എന്നെ വിട്ടിട്ട് പോകരുത്. കൈയെടുക്കടാ. ഞാനിങ്ങനെ ഒരു ബുദ്ധിജീവിയെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ആഗ്രഹിക്കുമ്പോ നീ 87 വയസ്സുള്ള കിളവനുമായിട്ട് ട്രിപ്പ് പോവല്ലേ? കൈയെടുക്ക്. നീയേ നിന്റെ ഡിംപിൾ സംഗീത ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കും. ബൈ. എനിക്ക് ആ ദോഷിയെ ഇഷ്ടമല്ല. അയാളുടെ കൂടെ ട്രിപ്പ് പോകുന്ന അസിസ്റ്റന്റിനെ ഇഷ്ടമല്ല. ഇത് ഈ മുംബൈ വാസികളെല്ലാം അറിയാൻ വേണ്ടി ഞാൻ പറയാ. കണ്ണാ, നിന്റെ കൺമണി എത്തി.
നീ എവിടെയാടാ? ഒരു മിസ്ഡ് കോൾ പോലും ഇല്ല. അങ്കിൾ, ആ ആദ്യം എവിടെ? നിന്റെ കൂടെ അല്ലേ അവൻ വന്നത്? അല്ല, എൻ്റെ കൂടെ വന്നില്ല. വന്നില്ലേ? 2 ദിവസമായിട്ട് എവിടെയാ? വീട്ടിലും വന്നിട്ടില്ല. അവൻ വീട്ടിൽ പോയതാ, വരുമല്ലോ. നീ പ്ലേറ്റ് എടുത്ത് വെക്ക്, ആഹാരം റെഡിയായി. ഞാൻ പിന്നെ കഴിച്ചോളാം. ഹലോ ഹലോ അനന്യ, ഹായ്. ആദ്യം വന്നോ അവിടെ? എവിടെ പെട്ടി? എവിടെ പോയവൻ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഈ ഗെയിമിന് വേണ്ടി എവിടെയും പോരെന്ന് പറഞ്ഞതാ, കേട്ടില്ല. അണ്ടർവേൾഡ് എങ്ങാനും ചെന്ന് പെട്ടോ? ബടി വെറുതെ ഇരിക്കേ, നീ നിൽക്ക് തരാം, ഞാനും വരുന്നു. ഏയ്, എന്തു പറ്റി? ഓൾമോസ്റ്റ് 2 ദിവസമായി. താരാ, എനിക്കറിയാം ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ പ്രതീക്ഷകൾ പാടില്ലെന്ന്. ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. ഇൻഡിപെൻഡൻസ് കൊടുക്കണമെന്ന് എനിക്കറിയാം. അതല്ല, അവൻ തിരിച്ചു വരും. തിരിച്ചു വന്നതിന് ശേഷം കെട്ടിയോളെ പോലെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കരുത്. കേട്ടല്ലോ? Set of clients. I hope I wish to convince them next. Definitely. ആദി, ഹായ്. ആദി നീ എവിടെയാ? പുറത്തു വാ, പറയാം. വേഗം വാ, ഞാൻ വെയിറ്റ് ചെയ്യാ. എവിടെയാ നീ ഉള്ളത്? ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് വളരെ സ്ലോ ആണ്. സ്റ്റെയർ കേസ് ഒഴിവാ. ഏയ് താരാ, എവിടെയാ നീ? സ്റ്റോപ്പ്. നേരെ വാ. മുന്നിലൊരു ഗ്ലാസ് ഡോർ ഉണ്ട്, അതുവഴി മുകളിലേക്ക് വാ. ആദ്യം നിന്നെ എന്റെ കയ്യിൽ കിട്ടിയ കൊന്നുകളയും ഞാൻ. ഹായ്. ഇനി വേണമെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിരുന്ന് എന്തെങ്കിലും കഴിക്കാം. നീ എവിടെ പോയതാ? ഇരുന്ന് സംസാരിക്കാമല്ലോ. എന്താ ഇതുപോലെ എക്സ്പെൻസീവായ സ്ഥലത്ത്? ഇവിടെ ആകുമ്പോൾ ചീത്ത വിളിക്കൊരു മയം ഉണ്ടാവുമല്ലോ. എന്താ നീ എന്നോടൊന്നും പറയാതെ പോയത്? ഒരു ഫോണെങ്കിലും ചെയ്തുകൂടായിരുന്നോ? ഒരു വാക്ക് പറഞ്ഞിട്ട് പോയി നിന്റെ അന്തസ്സിന് കോട്ടം തട്ടുമായിരുന്നോ? ബഡ്ഡിയോട് ചോദിച്ചപ്പോ അണ്ടർവേൾഡ് ആൾക്കാരുമായി നീ കറങ്ങുകയാണെന്നാ പറയുന്നത്. നിന്റെ ഏട്ടത്തെ വിളിച്ചപ്പോ വേറെന്തെല്ലാമോ ചോദിക്കുന്നത്. ഗണപതി അങ്കിളിന് അറിയില്ല. ഭവാനി ആന്റി മാത്രം ഇവിടെയുണ്ട്, മേശപ്പുറത്ത് ആഹാരം കഴിക്കുകയാണെന്നൊക്കെ പറയും. 2 ദിവസമായിട്ട് ഒരു വക ചെയ്തിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ വരെ പോയി അന്വേഷിച്ചു. താങ്ക് യു. ഞാൻ എന്താ കരുതണ്ടേ? ഏയ്, അതിന് വോഡ്കയുണ്ട്. മിണ്ടരുത്. നീ എവിടെ പോയതാ? നിനക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. അതെന്താ? കോയമ്പത്തൂർ. കോയമ്പത്തൂരോ? എന്തിന്? എന്റെ അമ്മയാണോ? വേറെ ആര്? പൊള്ളാച്ചി ജമീൻദാർ എന്നെ വിളിക്കോ? ആളെ വിട്ട് വിളിപ്പിച്ചു തന്നെ. അവര് വിളിച്ചെന്ന് കരുതി നീ എന്തിനാ പോയത്? വരാൻ പറ്റില്ലെന്നാ പറഞ്ഞേ. പ്രൈവറ്റ് ജെറ്റ് അയച്ചു തന്നത്. ഞാൻ തനി നാടനല്ലേ, പ്രൈവറ്റ് ജെറ്റ് കണ്ടിട്ട് പോലുമില്ല.
6 പേർക്ക് ഇരിക്കാവുന്ന കൊച്ചു പ്ലെയിൻ. എയർ ഹോസ്റ്റസ് ആസാം പെണ്ണ പിങ്കി, ട്രൈബൽ ബ്യൂട്ടി. കോയമ്പത്തൂർ എയർപോർട്ടിൽ ഓഡി 8 പിക്കപ്പ് ചെയ്തു. എന്തിനായിരുന്നു വിളിച്ചത് അവര്? അവരുടെ ഫാക്ടറി, ഓഫീസ്, എസ്റ്റേറ്റ്, റേസ് കാർ, ബംഗ്ലാ എല്ലാം കാണിച്ചു തന്നു. അതൊക്കെ താരയുടേതാണെന്ന് പറഞ്ഞു. വേറെന്താ പറഞ്ഞത്? താര നിന്നിൽ എന്താ കണ്ടേന്ന് ചോദിച്ചു. എന്നിൽ എന്താ കണ്ടേ നീ? ഭീഷണിപ്പെടുത്തിയോ? പോലീസിനെ അറിയാം, കമ്മീഷണറെ അറിയാമെന്ന് മറ്റു പറഞ്ഞു. താര എവിടെയാണെങ്കിൽ അവളുടെ പുറകെ എൻ്റെ നോട്ടം ഉണ്ടാവും പറഞ്ഞു. അവൾ ജയ്പൂർ പോയതുപോലും അറിയാമെന്നും പറഞ്ഞു. എന്താ കഴിക്കുന്നേ? പാസ്ത, പിസ്സ, ആൻറ്റി പാസ്ട്രി. ഏയ് താര, താങ്ക് യു. ഞങ്ങൾ കൽ വാപ്പസ് വരാം. താര എങ്ങോട്ടാ പോകുന്നേ? വാട്ട്സ് എ പ്രോബ്ലം? തല മുതൽ കാല് വരെ ദേഷ്യം വരുവാ. പുറത്ത് മാത്രം ഈന്ന് നടക്കുന്നതേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്ക്. നോക്കാതെ തന്നെ പറയുന്ന കേൾക്ക എനിക്ക്. നമ്മളെന്താ ഭാര്യ ഭർത്താവാണോ? പിന്നെന്തിനാ തല്ലുകൂടുന്നേ? വലിയ ജോക്ക്. ഇപ്പൊ മുംബൈ മുഴുവനും അറിയാം നമ്മൾ വഴക്കാ കൂടുന്നതെന്ന്. അടുത്ത് വാ, നിക്ക്, ചേർന്ന് നിക്ക്. ചിരിക്കാന്നട പൊട്ട. സീരിയസ് ആയിട്ട് നോക്ക്. ആദ്യത്തെ അടി ലോകം മുഴുവൻ അപ്ലോഡ് ചെയ്യാൻ പോവാ. മതിയായല്ലോ?